എന്ത് സുഖമുള്ള വീട്, അയവ അയവ അയവ, എന്ത് രസമുള്ള വീട്, അയവ അയവ അയവ. പണിക്കൊന്നും പോണ്ടേ, അയവ അയവ അയവ, പണിക്കൊന്നും പോണ്ടേ, അയവ അയവ അയവ. സ്കൂളിൽ പോണ്ട പഠിക്കണ്ടല്ലോ, ലല്ലല്ല, അയവ അയവ അയവ. മടി പിടിച്ചിരിക്കണം, ചും ചക്, അയവ അയവ അയവ. മടി പിടിച്ചിരിക്കണം, ചും ചക്, അയവ അയവ ആ. തിന്ന് തകർക്കണം, ഉറങ്ങി കുറയ്ക്കണം. ഹൈ 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 ഹൈ, സമയമുണ്ടല്ലോ, എനിക്ക് സമയമുണ്ടല്ലോ. മക്കൾക്ക് ഇഷ്ടമുള്ള സമയമുണ്ടോടാ? അമ്മയടുത്ത് പഠിക്കാനുണ്ടെന്ന്. കടയിൽ പോയിട്ട് 1/2 കിലോ പഞ്ചസാരയും തേയിലപ്പൊടിയൊക്കെ വാങ്ങിട്ടാ. ചെടിയല്ലേ ചേടാ, പാട്ട് ചതിച്ചല്ലോ. പാട്ടോ? അതെ, ഞാനിവിടെ ആസ്വദിച്ചൊരു പാട്ട് പാടുമായിരുന്നു. അമ്മന്റെ ലിറിക്സാ കേട്ടത്. ചെടിയല്ലേ, പാടണ്ടായിരുന്നു, മിണ്ടാണ്ടിരുന്ന് ആസ്വദിച്ചാ മതിയായിരുന്നു. അനങ്ങാ മേല മനുഷ്യര്. 2 ദിവസത്തെ പ്രയാണം. എന്താ ചേച്ചി, നീ കടയിൽ പോവാന്നാണല്ലോ അമ്മ പറഞ്ഞേ? പോയിട്ട് വരാം. ആണോ? എടി, പോയിട്ട് വരുമ്പോ എനിക്കൊരു ബുക്കും കൂടി വാങ്ങിക്കൊണ്ട് വരണേ. ബുക്കോ? എന്റെ അമ്മോ, നീ ഇവിടെ നിന്ന എണ്ണം കൂടും. ശരി. ഹലോ, വിഷമിക്കണ്ട, ഞങ്ങൾ എന്തായാലും ഇത്തവണ എത്തിയിരിക്കും. അവർക്ക് റിവാർഡൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് അവരെവിടെയെല്ലാം കൊണ്ടാന്ന് പറഞ്ഞും പോയി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുവാട്ടോ. അമ്മേ, ഞാൻ വാങ്ങിയിട്ടുണ്ടല്ല. ഓ ശരി, അങ്ങനെ ഒരു കാര്യം. ഈ അമ്മ ഇത് ആരോടാ മിണ്ടണേ? ഓഹോ, സൂപ്പറാക്ക. അമ്മ കൊയ് അമ്മ, കൊച്ചേ ഞാൻ ഫോൺ ചെയ്യണില്ലേ? അപ്പറോ. ചേടാ, അമ്മ ആർക്കായിരിക്കും ഫോൺ ചെയ്യണേ? എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തെ? കേട്ടയാളയാ, ഇത്തവണ തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? കൂടുതലാണോ? അയ്യോ, മഞ്ഞ് വീഴ്ചയൊക്കെയായോ? മഞ്ഞുള്ള നാട്ടിൽ നിന്ന് ആരോ ആണ്. ഞങ്ങൾ ഉറപ്പായിട്ട് അങ്ങ് എത്തും. സ്വെറ്ററൊക്കെ വാങ്ങി വെച്ചോ. അമ്മ എന്താ ഈ പറയണേ? ചേച്ചി എന്താടി? അതെ, എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്ത് ന്യൂസ് അടി? അതാ ചേച്ചി കേട്ടാ ഞെട്ടും. നീ ആദ്യം കാര്യം പറ, എന്നിട്ട് വേണം ഞാൻ ഞെട്ടണോ പൊട്ടണോ എന്നൊക്കെ തീരുമാനിക്കാം. ചേച്ചി, നമ്മളെന്താ ടൂർ വിടാഞ്ഞെന്ന് എനിക്ക് ഇപ്പൊ കിട്ടി. എന്താടി? അതെ ചേച്ചി, നമ്മൾ ഇത്തവണ ക്രിസ്മസിന് എവിടെയോ പോകുന്നുണ്ട്. ക്രിസ്മസ് വെക്കേഷൻ മുഴുവൻ എവിടെയോ ആണ് നമ്മള്. നീ വലിയ സ്വപ്നം കണ്ടോടി? നമ്മളെ എവിടെ കൊണ്ടുപോകാനാ? ഇല്ല ചേച്ചി, അമ്മ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാ. നമ്മളെ മഞ്ഞുള്ള ഏതോ നാട്ടിലോട്ട് പോവാന്ന്. നേരാണോടി? അതെ ചേച്ചി, സത്യം. അത് ശരി, അപ്പോഴേക്ക് ന്യൂസിങ് എത്തിയോ? അമ്മ ഇവിടെ പറയുന്നത് നേരാണോ? അതെ. എവിടെയാ അമ്മ നമ്മൾ പോകുന്നേ? അത് ശരി, അപ്പൊ ഇവിടെ അതും പറഞ്ഞില്ലേ? ഫോൺ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒളിഞ്ഞിട്ട് ഓരോന്ന് വന്ന് പറയും. മുഴുവൻ കേൾക്കോ അതുമില്ല. അതമ്മ ഞാൻ അതിലെ പോയി പറയാണ്ട് കേട്ടു പോയതാ. ഉടനെ വന്ന് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞല്ലോ. അത് കൊച്ചു വർത്താനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാമ്മേ. നമ്മള് ന്യൂയോർക്കിൽ ലിസി ആന്റിയുടെ വീട്ടിലോട്ടാ പോകുന്നേ. സൂപ്പർ. ഈ വീക്കില് നമ്മള് പോകും. വിസ പ്രോസസ് ഒക്കെ നേരത്തെ നടത്തി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹായ്, അടിച്ചു ഓടിക്കണ തന്റെ ക്രിസ്മസ്. പാവം വാസു, അവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അവൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവൻ എങ്ങും പോകാൻ പറ്റിയില്ലല്ലോ. നേരെ പാവുണ്ട്. അതും കൂടി പറയാനുണ്ട്. വാസുവും വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, 1-2 ദിവസം കഴിയുമ്പോ അവരും അച്ഛനും അമ്മയൊക്കെ കൂടി അങ്ങോട്ട് വരും. നീയാണോ അമ്മ ഇത്? അതേടാ. അടിച്ചു പൊളിക്കാം. വാസുവിന് റിവാർഡ് കിട്ടിയല്ലോ. അവരും എവിടെയോ പോകാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പൊ വാസു പറഞ്ഞു നിങ്ങളുടെ ഒപ്പം വന്നോന്ന്. അതുകൊണ്ടാ. പക്ഷെ നമ്മൾ പോണേ അന്ന് അവർക്ക് ടിക്കറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോ എത്തും. ബാക്കി കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, അവർക്കും വരാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോ വരും. എന്ത് വലിയ സർപ്രൈസ് ആയിപ്പോയത്. നീ എന്താ മിണ്ടാത്തെ? എന്ത് പറ്റി? എന്താ ഞാൻ പോകുന്നത് നിനക്ക് ഇഷ്ടല്ലേ? എടാ ടോബി, എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. ടോബി പോയല്ലേ? ചേടാ, ഇവനിതെന്ത് പറ്റി? ചേച്ചി എന്താ ഇവിടെ? നീ എന്താടി എന്റെ പുറകെ തന്നെ നടക്കുന്നേ? അതെ, ചേച്ചിനെ കാണാത്തോണ്ട് വന്നതാ. മൂടില് ഇത്രയായിട്ട് വെട്ടിയിടണം. അതെന്തിന്? ഒരു ഫുൾ സൈസ് ജാക്കറ്റ് വാങ്ങാം. കാര്യം പിടികിട്ടി. ശരി, നമുക്ക് സെറ്റ് ആക്കാട്ടോ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്താ. ചേച്ചി, ടോബി ചേട്ടനെ സെറ്റ് ചെയ്യ്. അടിച്ചോ. ചേട്ടാ, ഇവളെല്ലാം കണ്ടോ?